يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. തങ്ങളുടെ ചെയ്തികൾ ജനങ്ങളിൽ നിന്ന് ഒളിച്ചുവെക്കാൻ അവർക്ക് കഴിയുന്നു. എന്നാൽ അല്ലാഹുവിൽ നിന്ന് ഒളിച്ചുവെക്കാൻ കഴിയുന്നതല്ല. അവനോ അവർ നിശാവേളകളിൽ അവന്റെ പ്രീതിക്ക് വിരുദ്ധമായി ഗൂഢാലോചന നടത്തുമ്പോഴും അവരുടെ കൂടെയുണ്ട്. അല്ലാഹു അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും വലയം ചെയ്തവനാകുന്നു. عنهم في الحياة الدنيا فمن يجادل الله عنهم يوم القيامة أم من يكون عليهم وكيلا. അതെ, ഐഹിക ജീവിതത്തിൽ നിങ്ങൾ ഈ പാപികൾക്കു വേണ്ടി വാദിക്കുന്നു. എന്നാൽ പുനരുദ്ധാന നാളിൽ അവർക്കു വേണ്ടി ആരാണ് അല്ലാഹുവിനോട് വാദിക്കുക? അല്ലെങ്കിൽ അവിടെ ആരാണ് അവരുടെ വക്കീലാവുക? ومن يعمل سوءا أو يظلم نفسه ثم يستغفر الله يجد الله غفورا رحيما. ഒരുവൻ ഒരു തിന്മ പ്രവർത്തിക്കാനിടയായി, അല്ലെങ്കിൽ തന്നോട് തന്നെ അധർമ്മം ചെയ്തുപോയി എന്നാലും പിന്നെ അവൻ അല്ലാഹുവിനോട് പാപമോചനമർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹുവിനെ ഏറെ പൊറുക്കുന്നവനായും ദയാപരനായും തന്നെ കണ്ടെത്തുന്നതാകുന്നു. ومن يكسب إثما فإنما يكسبه على نفسه وكان الله عليما حكيما. എന്നാൽ പാപം നേടുന്നവനോ ആ നേട്ടം അവന് തന്നെ വിപത്തായി ഭവിക്കുന്നു. അല്ലാഹു സകല സംഗതികളും അറിയുന്നവനാകുന്നു, അവൻ യുക്തിമാനുമാകുന്നു. ومن يكسب خطيئة أو إثما ثم يرم به بريئا فقد احتمل بهتانا وإثما مبينا. വല്ലവനും ഒരു തെറ്റോ കുറ്റമോ ചെയ്യുകയും പിന്നീടത് ഒരു നിരപരാധിയുടെ മേൽ ആരോപിക്കുകയും ചെയ്യുന്ന പക്ഷം കടുത്ത കള്ളാരോപണവും തെളിഞ്ഞ കുറ്റവുമാണവൻ ചുമന്നിരിക്കുന്നത്. ولولا فضل الله عليك ورحمته لهم طائفة منهم أن يضلوك وما يضلون إلا أنفسهم وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. പ്രവാചക, നിന്നിൽ അല്ലാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടായിരുന്നില്ലെങ്കിൽ അവരിലൊരു പറ്റം നിന്നെ തെറ്റിദ്ധാരണയിൽ അകപ്പെടുത്താൻ തീരുമാനിക്കുക തന്നെ ചെയ്തതായിരുന്നു. യഥാർത്ഥത്തിലോ അവർ അവരെ തന്നെയല്ലാതെ മറ്റാരെയും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. നിനക്ക് ഒരു ദ്രോഹവും ഏൽപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അല്ലാഹു നിനക്ക് വേദവും തത്വജ്ഞാനവും അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. നിനക്കറിവില്ലാതിരുന്നത് പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ മേൽ അവന്റെ അനുഗ്രഹം മഹത്തരമായതല്ലോ. വഞ്ചകരായ ഉബൈരിഹും കൂട്ടരും തെറ്റായ മൊഴികൾ നൽകി താങ്കളെ തെറ്റിദ്ധരിപ്പിച്ച് അന്യായമായി വിധി സമ്പാദിക്കുകയാണെങ്കിൽ അതിന്റെ ദോഷം അവർക്ക് തന്നെയാണ്. താങ്കൾക്ക് ഒരു ദോഷവുമില്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ അവരാണ് കുറ്റവാളികൾ, താങ്കളല്ല. ന്യായാധിപനെ തെറ്റിദ്ധരിപ്പിച്ച് തനിക്ക് അനുകൂലമായ വിധി നേടുന്നവൻ സത്യം തന്റെ വശത്തായി എന്ന് സ്വയം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ സത്യം എവിടെയായിരുന്നുവോ അവിടെ തന്നെയായിരിക്കും. കോടതിയിലെ ന്യായാധിപന്മാർ ഏതെങ്കിലും തെറ്റിദ്ധാരണ മൂലം വിധി നൽകിയതുകൊണ്ട് യാഥാർത്ഥ്യത്തിന് ഒരു പോറലുമേൽക്കുന്നില്ല. لا خير في كثير من
نجواهم إلا من أمر بصدقة أو معروف أو إصلاح بين الناس ومن يفعل ذلك ابتغاء مرضات الله فسوف نؤتيه أجرا عظيما. ജനങ്ങളുടെ രഹസ്യവർത്തമാനങ്ങളിൽ ഏറിയ കൂറും നന്മയേതുമില്ലാത്തതാകുന്നു. ഒരുവൻ ദാനധർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും സ്വകാര്യമായി പ്രേരിപ്പിക്കുകയോ ജനങ്ങളുടെ നടപടികൾ സംസ്കരിക്കുന്നതിനായി വല്ലതും സംസാരിക്കുകയോ ചെയ്തുവെങ്കിൽ അതു നല്ലതുതന്നെ. അല്ലാഹുവിന്റെ പ്രീതി കൊതിച്ച് അவ்விധം ചെയ്യുന്നവർക്ക് നാം മഹത്തായ പ്രതിഫലം നൽകുന്നുണ്ട്. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. എന്നാൽ സന്മാർഗം വെളിപ്പെട്ടു കഴിഞ്ഞ ശേഷവും ദൈവദൂതനോട് ശത്രുത പുലർത്തുകയും സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം പിന്തുടരുകയും ചെയ്യുന്നവനെ അവൻ തിരിഞ്ഞതെങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ തിരിച്ചുവിടുന്നതാകുന്നു. നാം അവനെ ഏറ്റവും ദുഷിച്ച സങ്കേതമായ നരകത്തിലേക്ക് തള്ളുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ കേസിൽ തിരുമേനി വഹീനെ അടിസ്ഥാനപ്പെടുത്തി നിരപരാധിയായ ജൂതന് അനുകൂലമായും മുസ്ലിം വഞ്ചകന് എതിരായും വിധി പ്രസ്താവിച്ചപ്പോൾ ആ കപടവിശ്വാസി മദീന വിട്ട് മക്കയിലേക്ക് പോവുകയും തിരുമേനിക്കും ഇസ്ലാമിനും എതിരായി ശത്രുപക്ഷത്ത് ചേർന്ന് പരസ്യമായി പ്രവർത്തിക്കാൻ തുനിയുകയും ചെയ്തു. അത്രമേൽ രൂക്ഷമായിരുന്നു അവന്റെ ജാഹിലീയ പക്ഷപാത വികാരം. ആ സംഭവത്തെയാണ് ഈ സൂക്തം സൂചിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ومن يشرك بالله فقد ضل ضلالا بعيدا. തനിക്ക് പങ്കാളികളുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല തന്നെ. അതൊഴിച്ചുള്ളതൊക്കെയും അവൻ പൊറത്തുകൊടുക്കാൻ ഇച്ഛിക്കുന്നവർക്ക് പൊറത്തുകൊടുക്കും. അല്ലാഹുവിന് പങ്കാളിയെ കൽപ്പിക്കുന്നവൻ ദുർമാർഗത്തിൽ ബഹുദൂരം അകന്നു പോയിരിക്കുന്നു. ഉബൈരിഹിന്റെ പരിണിതിയെ പശ്ചാത്തലമാക്കി ജാഹിലീയത്തിൽ പെട്ടുപോയാൽ മനുഷ്യൻ ഏതു മാർഗത്തിലെത്തിപ്പെടുമെന്നും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. മാത്രമല്ല, സജ്ജനങ്ങളുടെ അണിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞാൽ ഏതു സംഘത്തിൽ ചേരുമെന്നും ഈ സൂക്തങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അവർ അല്ലാഹുവിനെ വെടിഞ്ഞ് ദേവതകളെ ആരാധ്യരാക്കുന്നു. യഥാർത്ഥത്തിൽ ധിക്കാരിയായ സാത്താനെയല്ലാതെ അവർ ആരാധ്യനാക്കുന്നില്ല. ഈ സൂക്തത്തിൽ സാത്താനെ ആരാധ്യനാക്കുക എന്നു പറഞ്ഞത് അവന്റെ മുമ്പിൽ ആരാധനാ ചടങ്ങുകൾ അനുഷ്ഠിക്കുകയും അവന് ദിവ്യത്വ പദവി കൽപ്പിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിലല്ല. മനുഷ്യൻ തന്റെ ഭാഗധേയം സാത്താന്റെ കൈകളിൽ അർപ്പിച്ച് അവൻ തെളിക്കുന്ന വഴിക്ക് ഗമിക്കുക എന്ന അർത്ഥത്തിലാണ്. ഇതാണ് സാത്താനുള്ള ഇബാദത്ത്. ഇങ്ങനെയായാൽ സാത്താൻ തന്റെ ദൈവവും താൻ സാത്താന്റെ ദാസനും ആയതുപോലെയാകുമല്ലോ. ഇതിൽ നിന്ന് ഒരു സംഗതി സ്വയം സ്പഷ്ടമായി. ഒരുവന്റെ വിധിവിലക്കുകൾ ചോദ്യം കൂടാതെ നിരുപാധികം അനുസരിക്കുകയും അവനെ അന്ധമായി അനുകരിക്കുകയും ചെയ്യുന്നത് അവനുള്ള ഇബാദത്താണ്. ലഅനഹു അല്ലാഹ് വഖാല ലഅത്തഖിദന്ന മിൻ ഇബാദിക നസീബൻ മഫ്റൂദാ. അല്ലാഹുവോ അവനെ ശപിച്ചിരിക്കുകയാകുന്നു. ആ സാത്താനെയാണ് അവർ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. സാത്താൻ അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്റെ ദാസന്മാരിൽ നിന്ന് നിശ്ചിത വിഭാഗത്തെ തീർച്ചയായും ഞാൻ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. നിശ്ചിത ഭാഗം പിടിച്ചെടുക്കുമെന്നാൽ ദേവദാസന്മാരുടെ സമയം, അധ്വാനം, പരിശ്രമം, കഴിവ്, യോഗ്യത, ധനം, സന്താനം എന്നിവയിൽ നിന്നെല്ലാം ഒരംശം സാത്താൻ ചൂഷണം ചെയ്ത് സ്വന്തമാക്കുമെന്നർത്ഥം. അവൻ അവരെ വഞ്ചിച്ചും പ്രലോഭിപ്പിച്ചും
പ്രസ്തുത വസ്തുക്കളുടെയെല്ലാം കാര്യമായ ഒരു പങ്ക് തന്റെ മാർഗത്തിലായി വിനിയോഗിപ്പിക്കും. وَلَأُضِلَّنَّهُمْ وَلَأُمَنِّيَنَّهُمْ وَلَآمُرَنَّهُمْ فَلَيُبَتِّكُنَّ آذَانَ الْأَنْعَامِ وَلَآمُرَنَّهُمْ فَلَيُغَيِّرُنَّ خَلْقَ اللَّهِ وَمَن يَتَّخِذِ الشَّيْطَانَ وَلِيًّا مِّن دُونِ اللَّهِ فَقَدْ خَسِرَ خُسْرَانًا مُبِينًا. ഞാൻ അവരെ വഴിപിഴപ്പിക്കും. തീർച്ചയായും ഞാൻ അവരെ വ്യാമോഹങ്ങളിൽ അകപ്പെടുത്തും. അവർക്ക് ആജ്ഞ നൽകും. എന്റെ ആജ്ഞാനുസാരം അവർ കാലികളുടെ കാതുകൾ കീറും. ഞാൻ ആജ്ഞാപിക്കുന്നതനുസരിച്ച് അവർ അല്ലാഹുവിന്റെ സൃഷ്ടിയെ അലങ്കോലപ്പെടുത്തും. അല്ലാഹുവിനെ കൂടാതെ ഈ സാത്താനെ മിത്രവും രക്ഷകനുമാക്കുന്നവൻ സ്പഷ്ടമായ നഷ്ടത്തിലകപ്പെട്ടതു തന്നെ. കാലികളുടെ കാതുകൾ കീറും എന്ന വാക്കിലെ സൂചന അറബികളുടെ ഒരന്ധവിശ്വാസത്തിലേക്കാണ്. 5 or 10 പ്രസവിച്ച ഒട്ടകത്തെ കാതു കീറി ദേവന്മാരുടെ പേരിൽ ഒഴിഞ്ഞിടുന്ന സമ്പ്രദായം അവരിൽ നടപ്പുണ്ടായിരുന്നു. പിന്നീട് അതിനെ ജോലിക്ക് ഉപയോഗിക്കുന്നത് നിഷിദ്ധമാണെന്നായിരുന്നു ധാരണ. ഇതേ പ്രകാരം ഒരു ആണൊട്ടകത്തിന്റെ ബീജത്തിൽ നിന്ന് 10 കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അതിനെയും നേർച്ചയാക്കി വിടുക പതിവായിരുന്നു. നേർച്ച മൃഗത്തിന്റെ ലക്ഷണമായിരുന്നു കാതുകീറൽ. അള്ളാഹുവിന്റെ സൃഷ്ടിയെ അലങ്കോലപ്പെടുത്തുക എന്നാൽ വസ്തുക്കളുടെ പ്രകൃതിയായുള്ള ആകൃതിയിൽ മാറ്റം വരുത്തുകയെന്നല്ല. ഇതാണ് അർത്ഥമെങ്കിൽ മാനവ സംസ്കാരം മുഴുക്കെ പൈശാചിക ദുശാസനകളുടെ ഫലമാണെന്ന് വരും. ദൈവനിർമ്മിത വസ്തുക്കളിൽ മനുഷ്യൻ നടത്തുന്ന കൈകാര്യങ്ങൾ തന്നെയാണല്ലോ വാസ്തവത്തിൽ സംസ്കാരം. ഇവിടെ പൈശാചിക ദുർവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസൃഷ്ടിയെ ദുരുപയോഗപ്പെടുത്തുന്നതിനാണ്. അതായത് വസ്തുക്കളെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത് ഏതൊരു കാര്യം ഉദ്ദേശിച്ചാണോ അതിനുപയോഗിക്കാതെ ഉദ്ദേശിക്കാത്ത കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുക. മറ്റൊരു വിധം പറഞ്ഞാൽ മനുഷ്യൻ തന്റെയും വസ്തുക്കളുടെയും പ്രകൃതിക്ക് വിരുദ്ധമായി ചെയ്യുന്ന പ്രവൃത്തികൾ, പ്രകൃതിയുടെ താൽപര്യത്തിൽ നിന്നൊഴിവാകാനായി എടുക്കുന്ന അടവുകൾ, ഇവയെല്ലാം ഈ വചനപ്രകാരം വഴിപിഴച്ച പൈശാചിക പ്രലോഭനങ്ങളുടെ ഫലമാണ്. സ്വവർഗ സംഭോഗം, ജനന നിയന്ത്രണം, സന്യാസം, ബ്രഹ്മചര്യ, വന്ധ്യംകരണം, ഷണ്ഡീകരണം എന്നിവ ഉദാഹരണങ്ങൾ. പ്രകൃതി ഏൽപ്പിച്ച സേവനങ്ങളിൽ നിന്ന് സ്ത്രീയെ പിന്തിരിപ്പിച്ച് പുരുഷന് മാത്രം ചുമതലപ്പെട്ട പ്രത്യേക നാഗരിക മണ്ഡലങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നതും അങ്ങനെ തന്നെ. ഇவ்விധം പിശാചിന്റെ ദല്ലാളുകൾ ലോകത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്കൃത്യങ്ങളുണ്ടല്ലോ, അവയെല്ലാം വാസ്തവത്തിൽ പ്രപഞ്ച സ്രഷ്ടാവിന്റെ നിയമങ്ങൾ തെറ്റെന്ന് വിധിച്ച് സ്വന്തം നിലയിൽ തിരുത്തുന്നതിന് തുല്യമാണ്. يَعِدُهُمْ وَيُمَنِّيهِمْ وَمَا يَعِدُهُمُ الشَّيْطَانُ إِلَّا غُرُورًا. അവൻ അവരോട് വാഗ്ദാനങ്ങൾ ചെയ്യുന്നു, അവരിൽ വ്യാമോഹങ്ങൾ ജനിപ്പിക്കുന്നു. പക്ഷേ സാത്താന്റെ വാഗ്ദാനങ്ങൾ അത്രയും വെറും വഞ്ചനയല്ലാതൊന്നുമല്ല. വ്യാജ വാഗ്ദാനങ്ങളുടെയും മോഹന പ്രതീക്ഷകളുടെയും അടിസ്ഥാനത്തിലാണ് ചെകുത്താന്റെ സകല പരിപാടികളും നീങ്ങുന്നത്. അവൻ വല്ല വ്യക്തിയെയോ സമുദായത്തെയോ തെറ്റായ മാർഗത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഉദ്ദേശിച്ചാൽ അവർക്ക് ഒരു മിഥ്യാസ്വർഗം കാണിച്ചു കൊടുക്കും. ചിലരെ രസാഭാസങ്ങളുടെ പാഴ്ക്കിനാവുകളിലിട്ട് കറക്കും. ചിലരെ വിജയപ്രതീക്ഷയുടെ മായാജാലത്തിൽ ഉറപ്പിച്ചു നിർത്തും. ചിലരെ ദേശീയ പുരോഗതിയുടെയും, ചിലരെ സാമുദായിക അഭിവൃദ്ധിയുടെയും, ചിലരെ മാനുഷിക ക്ഷേമത്തിന്റെയും വ്യാമോഹങ്ങളിൽ കുടുക്കിയിടും. ചിലരെ സത്യത്തിൽ എത്തിക്കഴിഞ്ഞുവെന്ന പൊള്ള സംതൃപ്തി കൊണ്ട് വഞ്ചിതരാക്കും. ചിലരെ ദൈവമില്ല, പരലോകമില്ല, മരിച്ചാൽ മനുഷ്യൻ മണ്ണായി പോകുമെന്നല്ലാതെ മറ്റൊന്നും വരാനില്ല എന്നിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഭൗതികവാദികളാക്കി തീർക്കും. ഇനി പരലോകവിശ്വാസം ഹൃദയത്തിൽ നിന്ന് തീരെ തുടച്ചുമാറ്റാനാകുന്നില്ലെങ്കിൽ അവിടുത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശുപാർശയുടെയും കൈക്കൂലിയുടെയും ചില മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. ചുരുക്കത്തിൽ ആരെ ഏത് വാഗ്ദാനം കൊണ്ടാണോ പറ്റിക്കാൻ കഴിയുന്നതെങ്കിൽ അവരെ ആ വാഗ്ദാനത്തിലൂടെയാണ് ചെകുത്താൻ സമീപിക്കുക.